അദ്ദേഹത്തിന്റെ ഈഡിപ്പസ് എന്നൊരു നാടകത്തിന് നാടിനെ നശിപ്പിക്കുന്ന, അവിടുത്തെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന, വളർത്തുമൃഗങ്ങളെ കൊല്ലിടുകയും കൃഷിയിടങ്ങളെ നശിപ്പിക്കുകയും നീരുറവകൾ പങ്കിലമാക്കുകയും ചെയ്യുന്ന ഒരു സ്വത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആ ഒരു സ്വത്വത്തെ ഉന്മൂലനം ചെയ്ത് അവിടുത്തെ ജനങ്ങളെയും ഗ്രാമത്തെയും രക്ഷിക്കുന്നതാണ് കഥ. പക്ഷെ ഈ ഒരു കഥ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒഴുകി വരുന്ന ഒരു രൂപമുണ്ട്. അത് ചരിത്രത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിശുദ്ധതയുടെയും ഭാഗമായിട്ടുള്ള വിശുദ്ധനായ ഗീവർഗീസ് സഹദ. രാജ്യം മുഴുവൻ കൊടും ക്രൂരതകളിൽ ഇങ്ങനെ വിറയ്ക്കുമ്പോഴും രാജനീതി കണ്ണടച്ചിരിക്കുന്ന ആ ഒരു സമയത്തും പടച്ചട്ടി അണിഞ്ഞുകൊണ്ട് അശ്വാരൂഢനായി ക്രൂരസർപ്പത്തെ കുന്തത്താൽ നിഗ്രഹിച്ച് ഭീകര സ്വത്വത്തിൽ നിന്നും രാജകന്യകയെയും രാജ്യത്തെയും രക്ഷിക്കുന്ന, വീണ്ടെടുക്കുന്ന ആ ഒരു ചരിത്രമെന്നോ ഐതിഹ്യമെന്നോ ഒക്കെ നമുക്ക് പറയാം. ഏതായാലും സത്യം എന്തൊക്കെയായാലും കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഓരോ വിശുദ്ധനും തിന്മയ്ക്ക് മുകളിൽ നന്മയ്ക്ക് കുടികൊള്ളുന്ന ഒരു സത്യമാണ്, അല്ലെങ്കിൽ ഒരു കഥയാണ് നമ്മൾക്കായിട്ട് പറഞ്ഞു തരുന്നത്. ഏതായാലും ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഇതുപോലുള്ള ഒരു പിടിച്ചുകെട്ടലുകളുണ്ട്. അപ്പോൾ എന്നും ഇതുപോലുള്ള കാലങ്ങളുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിലും ഈ ഒരു പുസ്തകത്തിന് ഏറെ പ്രസക്തിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും വിശ്വാസങ്ങൾക്കപ്പുറമുള്ള മാനവികതയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകം ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുകയാണ്. അതാണ് വിശുദ്ധ ഗീവർഗീസ് എന്ന പുസ്തകം. അപ്പോൾ ഈ ഒരു പുസ്തകത്തിലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ എഴുത്തുകാരൻ്റെ മുന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നന്മ തന്നെയാണ്. ഏതായാലും ഈ ഒരു പുസ്തകത്തിന് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ എഴുത്തുകാരൻ ശ്രീ ജൂലിയസ് പീറ്റർ ആണ്. ആദ്യം തന്നെ അദ്ദേഹത്തെ തന്നെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ ഗീവർഗീസ് എന്ന പുസ്തകത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ സ്വാഗതം. അതിനൊപ്പം തന്നെ പരിപാലനമായിട്ടുള്ള ഈ ഒരു ചടങ്ങിലേക്ക് വിശിഷ്ടാതിഥികളെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു പുസ്തകം അവതരിപ്പിക്കുവാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജനപ്രിയനായിട്ടുള്ള മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാബു കിളിത്തട്ടിൽ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, നിറഞ്ഞ കൈയടികളോടുകൂടി തന്നെ. ഒപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ ഫാദർ ജോൺ ജോസഫാണ്. അദ്ദേഹം അസിസ്റ്റന്റ് പാരിഷ് പ്രീസ്റ്റ്, സ്പിരിച്വൽ ഡയറക്ടർ ഓഫ് മലയാളം കമ്മ്യൂണിറ്റി. അദ്ദേഹത്തെ ഒരുപാട് സ്നേഹത്തോടുകൂടി അശാവരത്തോടുകൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ പുസ്തകം ഏറ്റുവാങ്ങുന്നത് അത് മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഖലീജ് ടൈംസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീ ഐസക് ജോൺ സാറാണ്. സാറും ഈ ഒരു മഹനീയ സാന്നിധ്യത്തിന് താങ്ക് യു. ഒപ്പം തന്നെ ആശംസകൾ അറിയിക്കുവാനായിട്ട് നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ പിനാക്കിൾ പവർ ട്രേഡിംഗ് ഏജൻസി ശ്രീ രാജേഷ് ചിയമ്പാറ. വെൽക്കം സർ. ഒപ്പം തന്നെ നമ്മുടെ ശ്രീ പ്രകാശ് ചേട്ടൻ എത്തിയിട്ടുണ്ടല്ലോ അല്ലേ. നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഏറെ പ്രിയപ്പെട്ട പ്രകാശ് ചേട്ടനെയും വേദിയിലേക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മലയാളം മിഷൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീകുമാരി ടീച്ചറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാസിന്റെ സെൻട്രൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ട്രഷറർ ശ്രീ സിജിൻ രാജ്, അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഒട്ടും തന്നെ നമുക്ക് സമയം കളയാതെ നേരെ തന്നെ ഒരു പുസ്തകം അവതരിപ്പിക്കാം. അപ്പം അതിനു വേണ്ടിയിട്ട് ശ്രീ ഷാബു കിളിത്തട്ടിൽ. എല്ലാവർക്കും നമസ്കാരം. ഒരുപക്ഷെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ പുസ്തകങ്ങളിൽ ഒന്നാണ് വിശുദ്ധ ഗീവർഗീസ്. ഈ പുസ്തകത്തിന്റെ പുറഞ്ചട്ട കാണുമ്പോഴും അതുപോലെ തന്നെ പുസ്തകത്തിന്റെ പേര് കേൾക്കുമ്പോഴും ഒക്കെ സ്വാഭാവികമായിട്ട് തോന്നുന്നൊരു കാര്യം, ഇതൊരു റിലീജിയസ് പുസ്തകവുമായി ബന്ധപ്പെട്ട പുസ്തകമാണോ എന്നാണ്. ആദ്യമായിട്ട് ജൂലിയസ് പീറ്റർ ഇങ്ങനെ ഒരു പുസ്തകത്തെ കുറിച്ച് എന്നോട് പറയുന്ന സമയത്ത് എന്റെ മനസ്സിലും തോന്നിയൊരു കാര്യം, ഇതൊരു മത വിശ്വാസവുമായി പറ്റ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലൊരു റിലീജിയസ് പുസ്തകം മാത്രമായി ഒതുങ്ങി പോകുമോ എന്നതായിരുന്നു. ആ പുസ്തകത്തിന് വേണ്ടി ഒരു ആസ്വാദനം എഴുതണമെന്ന് എന്നോട് പറയുന്ന സമയത്തും ഞാനൊന്ന് മടിക്കാനുള്ള കാരണം അത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലീജിയനെ മാത്രം കേന്ദ്രീകരിച്ച് എഴുതിയ പുസ്തകമാണ്. പക്ഷെ ആ പുസ്തകം എന്നോട് വായിക്കാൻ പറയുകയും ഞാൻ ആ പുസ്തകത്തിലൂടെ വായിക്കുകയും ചെയ്തപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഒരു സാധാരണഗതിയിൽ ഈ പത്രപ്രവർത്തകരുടെ ഒരു അന്വേഷണ ത്വരയുണ്ട്. ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ. പുറകില് നാസർക്ക് ഇരിപ്പുണ്ട്, ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സീനിയർ ആയിട്ടുള്ള ഐസക് സാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ സമ്മതിക്കുന്ന ഒരു കാര്യമായിരിക്കും, കുറച്ച് വളരെ ഗവേഷണ ബുദ്ധിയോടുകൂടിയാണ് ഒരു കാര്യത്തെ സമീപിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ അത്തരത്തിലൊരു ഗവേഷണ ബുദ്ധിയോടുകൂടി ശ്രീ ജൂലിയസ്
അദ്ദേഹത്തിന്റെ നാടിനെ കുറിച്ചും സഭയെക്കുറിച്ചും അതുപോലെ വിശുദ്ധ ഗീവർഗീസിനെ കുറിച്ചും പഠിച്ചെഴുതിയ ഒരു പുസ്തകമാണ് ഈ പുസ്തകം. മാത്രമല്ല, ഞാൻ അതിനകത്തൊരു ആസ്വാദനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഞാനത് ആവർത്തിക്കാൻ ഒരുങ്ങുന്നില്ല, കാരണം ആ പുസ്തകം നിങ്ങൾ എല്ലാവരും വാങ്ങുകയും വായിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് എന്ന് ഏറെക്കുറെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ. ഒന്ന്, ജൂലിയസ് ടീച്ചർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച്, ഗ്രന്ഥകർത്താവിനെ സംബന്ധിച്ച് ഒരു വലിയ അധ്വാനം ഈ പുസ്തകത്തിന്റെ പിറകിലുണ്ട്. അദ്ദേഹത്തിന്റെ നാടും വിശുദ്ധ ഗീവർഗീസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു നാട്ടിലാണ്. ഞാനും ആ നാടിന്റെ ഏതാണ്ട് പരിസരത്താണ്. അത് 30 കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ നാട്. ഞാൻ ചെറിയകീഴാണ്, അദ്ദേഹം തിരുവനന്തപുരം പറഞ്ഞ ഭാഗത്താണ് വിശുദ്ധ ഗീവർഗീസിന്റെ പള്ളിയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുമ്പ് ഞാനും കോളേജിലൊക്കെ വല്ലപ്പോഴും ഈ കോസ്റ്റൽ ബൈപ്പാസ് വഴി പോകുന്ന സമയത്ത് ഈ പ്രതിമയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ജൂലിയസ് പീച്ചറിന്റെ ഈ പുസ്തകം വായിച്ചതിലൂടെയാണ്. അപ്പോൾ ജൂലിയസ് പീച്ചർ എന്ന് പറയുന്ന ഗ്രന്ഥകാരനെ കുറിച്ചാണ് ആദ്യം പറയാനുള്ളത്. വളരെ ആഴത്തിലുള്ള പഠനം, അതിനുവേണ്ടി അദ്ദേഹം എടുത്തൊരു എഫേർട്ട്, കിട്ടാവുന്ന ചിത്രങ്ങൾ പരമാവധി സമാഹരിക്കുക, ഈ പുസ്തകത്തിന് വേണ്ടി കൂട്ടിച്ചേർക്കുക. അതിന് വെറുതെ ഒരു വിക്കിപീഡിയ നോക്കിയിട്ട് അതിന്റെ ഒരു പഠനം എഴുതുകയായിരുന്നില്ല. ഏതൊക്കെ തലങ്ങളിൽ അതിന്റെ കൂടുതലായിട്ടുള്ള റിസർച്ചിന് സഹായിക്കുന്ന മേഖലകളുമായി ബന്ധപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതാണ് എഴുത്തുകാരനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ പുസ്തകത്തിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ ഗീവർഗീസ് എന്ന് പറയുന്ന ആ പുണ്യാളനെ കുറിച്ച് മാത്രമല്ല, ഒരു നാടിന്റെ ചരിത്രം കൂടിയാണ്. ആ നാടിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്കൊക്കെ അറിയാം, ഒരു സാധാരണഗതിയിൽ ഓണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് 3 ബിംബങ്ങളെ നമ്മള് വലുതായി ഫോർവേഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് തൊപ്പി വെച്ച ഒരാള്, ചന്ദനം കുറിയിട്ട ഒരാള്, കഴുത്തിൽ കുരിശു വരച്ച ഒരാള്, അങ്ങനെ 3 പേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് കേരളത്തിന്റെ മതമൈത്രി. ഇത് ഇന്ന് ഇപ്പൊ ഉണ്ടായതാണ് എന്ന് വിചാരിക്കുന്നതാണ് നമ്മളൊക്കെ. അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട എന്തോ എന്നതുപോലെ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അങ്ങനെയല്ല എന്ന് കേരളത്തിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ കാലങ്ങളായി ഈ മതമൈത്രി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം കൂടിയാണ് വിശുദ്ധ ഗീവർഗീസിന്റെ ഈ പുസ്തകത്തിനകത്ത് സ്വന്തം നാടിന്റെ ചരിത്രം പറയാൻ വേണ്ടി അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന ഇഴയടുപ്പമുള്ള ബന്ധങ്ങളെ കുറിച്ച്. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലീജിയന്റെ ആഘോഷത്തിൽ ആ പ്രദേശത്തുള്ള ആ റിലീജിയനിൽപ്പെട്ട ആൾക്കാർ മാത്രമായിരുന്നില്ല, എല്ലാ റിലീജിയന്റെയും ഒരു ആഘോഷമായി അതിനെ കണക്കാക്കിയിരുന്നു എന്നുള്ള നാടിന്റെ ഏറ്റവും പരമപ്രധാനമായ ചരിത്രത്തെ കൂടി അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ല. കാരണം പുതിയ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നിന്റെ സൃഷ്ടിയാണ് ഈ പറഞ്ഞ മതമൈത്രി എന്ന തരത്തിൽ ഡിജിറ്റൽ ഫോർവേഡുകൾ പ്രചരിക്കുമ്പോൾ അങ്ങനെയല്ല, ഇതിനും അപ്പുറത്തേക്ക് വലിയ ഇഴയെടുപ്പമുള്ള മതമൈത്രി നമ്മുടെ നാടിന്റെ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുക ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ അത് ഈ പുസ്തകത്തിനകത്തുണ്ട്. അങ്ങനെ സഭയെക്കുറിച്ച്, ഒപ്പം തന്നെ വിശുദ്ധ ഗീവർഗീസിന്റെ ചരിത്രത്തെക്കുറിച്ച്, ഒരു നാടിന്റെ അകത്തെക്കുറിച്ച്, അതിന്റെ ചരിത്രത്തെക്കുറിച്ച് വളരെ മനോഹരമായി ഏതൊരു മനുഷ്യനും സാധാരണ രീതിയിൽ മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിട്ടുള്ള അതിമനോഹരമായ ഒരു ഗ്രന്ഥം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അക്കാദമിക് പർപ്പസ് എന്ന നിലയിൽ ഈ പുസ്തകത്തിന് വലിയ പ്രത്യേകത കൂടിയുണ്ട്. അപ്പോ ഞാൻ അതിനകത്ത് എഴുതിയിട്ടുള്ള ആസ്വാദനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് മൗനപുംദേൻ എന്ന് പറയുന്ന ഒരു കൃതിയിൽ ശ്രീനാരായണ ഗുരുവിനോ കാണാൻ വന്നിട്ടുള്ള പലരുമായിട്ടുള്ള സംഭാഷണങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ശ്രീനാരായണ ഗുരു പറയുന്ന ഒരു വാചകമാണ് ഞാൻ പറയുന്നത്. ഈ മതമൈത്രി എന്ന് പറയുന്നത് എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത്, അത് മനുഷ്യനുള്ളിടത്തോളം കാലം മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഒന്നാണ്. എന്നതില്ലാതാകുന്നോ അന്ന് മാത്രമായിരിക്കും മനുഷ്യന്റെ പൂർണ്ണമായ ഇല്ലാതാകൽ എന്ന് നാരായണ ഗുരു പറഞ്ഞതുപോലെ ആ മതമൈത്രിയെ കൂടി സൂചിപ്പിക്കുന്ന, അടയാളപ്പെടുത്തുന്ന ഒരു മനോഹരമായ പുസ്തകത്തിന്റെ ഒരു പ്രകാശനമാണ്. അത് 2ാം പതിപ്പിന്റെ പ്രകാശനമാണ്. ജൂലിയസ് പീറ്ററിനും വിശുദ്ധ ഗീവർഗീസ് എന്ന ഈ ഗ്രന്ഥത്തിനും എല്ലാവിധ ആശംസിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു 10 വർഷത്തോളം എടുത്തതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു 10 വർഷത്തെ 2ാമത്തെ എഡിഷനാണ് UAE ആദ്യമായിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു നല്ലൊരു സാന്നിധ്യം ശ്രീ ജോൺ ജോസഫ് സർ, ഫാദർ ജോൺ ജോസഫ് സാറാണ് പുസ്തകം നൽകുന്നത്. അത് ഏറ്റുവാങ്ങുന്നത് ഐസക് ജോൺ സാറാണ്. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ നമുക്ക്
ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാം. വിശുദ്ധ ഗീവർഗീസ് എന്ന പുസ്തകം 10 വർഷത്തോളം എടുത്തിട്ട് അദ്ദേഹം ഇതിനകത്ത് ചെറിയ കഥകൾ മാത്രമല്ല, ഒരുപാട് മിത്തുകളും ഒരുപാട് ഐതിഹ്യങ്ങളും ഒത്തിരി വിശുദ്ധ ഗ്രന്ഥങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കഥകളും ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. ഷാബുൽ ഹിൽപ്പറ്റി പറഞ്ഞതുപോലെ ഇതൊരിക്കലും ഒരു വിഭാഗത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ ജനകീയമായി വായിക്കപ്പെടേണ്ട ഒരു പുസ്തകം തന്നെയാണ്. താങ്ക് യു സോ മച്ച്. നല്ലൊരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഈ ഒരു വേദി. ഇനി എന്തായാലും ഫാദർ ജോൺ ജോസഫ് സർ 2 വാക്കുകൾ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രത്യേകമായി ഇന്നത്തെ ഈ വലിയ ചടങ്ങിന് കാരണഭൂതനായിരിക്കുന്ന ശ്രീ ജൂലിയസ് പീറ്റർ, പ്രിയമുള്ളവരെ, ഏറ്റവും സന്തോഷം തോന്നുന്നു. ഇന്നത്തെ കാലഘട്ടം എടുത്ത് പരിശോധിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള വൈദികരോടടുത്ത് പലപ്പോഴും മാതാപിതാക്കന്മാരും അല്പം പ്രായം ചെന്നവരുമൊക്കെ വന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി, മക്കൾ പലപ്പോഴും മൊബൈലിലാണ്, ലാപ്ടോപ്പിലാണ്, ടാബിലാണ്, പഠിക്കുന്നില്ല, അനുസരിക്കുന്നില്ല. ഇതിൽ വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ സമൂഹം വായനയെ പ്രണയിക്കുന്ന പുതിയ തലമുറയുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം എഴുത്തിനെ പ്രണയിക്കുന്ന ചെറിയൊരു സമൂഹവും പുതിയ തലമുറയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീട് സന്ദർശിക്കാൻ വന്നപ്പോഴേക്കും അവിടുത്തെ 10ാം ക്ലാസ്സുകാരൻ എൻ്റെ അടുത്തൊരു ഇംഗ്ലീഷ് പുസ്തകം തന്നിട്ട് പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ എഴുത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു, കഴിഞ്ഞ മാസം അത് പൂർത്തീകരിച്ചു. ഒത്തിരി സന്തോഷം തോന്നി. എഴുതുന്ന, വായിക്കുന്ന, വായനയും എഴുത്തിനെയും ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ തലമുറയ്ക്ക് വിശുദ്ധ ഗീവർഗീസ് എന്നുള്ള പുസ്തകം തീർച്ചയായിട്ടും വലിയ ഒരു വെല്ലുവിളിയാണ്. ഒരു അറിവിൻ്റെ വലിയ വാതിലുകൾ ഈ പുസ്തകത്തിലൂടെ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നുണ്ട്. ഒരു എഴുത്തിൻ്റെ ഒരു നല്ലൊരു പുസ്തകം പുറത്തു കൊണ്ടുവരുമെങ്കിൽ അതിന് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ എന്തുമാത്രമുണ്ടെന്ന് അല്പമൊക്കെ എനിക്കും വശമുണ്ട്. അതുകൊണ്ട് ഈ നല്ലൊരു പുസ്തകത്തിൻ്റെ രചനയിൽ അധ്വാനിച്ച ശ്രീ ജൂലിയസ് പീറ്ററിനെ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾ മുൻപാകെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ പുസ്തകം നമുക്ക് വിശുദ്ധ ഗീവർഗീസിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ, അടുത്തറിയുവാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവായ ശ്രീ ജൂലിയസ് പീറ്ററിന് ഒത്തിരി നന്ദിയും സ്നേഹവും, ഇനിയും എഴുത്തിന്റെ മേഖലയിലേക്ക് ഒത്തിരി വിജയങ്ങളും ആശംസിക്കുന്നു. ഒത്തിരി നന്ദി. ഒരുപാട് നന്ദി ഫാദർ, ഇത്രയും നല്ലൊരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചതിൽ. ഇനി ഖലീജ് ടൈംസിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ശ്രീ ഐസക് ജോൺ സാറിന്റെ വാക്കുകളിലേക്ക്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഇന്നത്തെ ഈ പരിപാടിയുടെ താരമായ ജൂലിയസ് പീറ്ററും സെഷനും മറ്റുള്ള ബന്ധപ്പെട്ട പല വ്യക്തിത്വങ്ങളും അല്ലെങ്കിൽ ഇരിക്കുന്ന ഈ രീതിയിലേക്ക് ഞാൻ ആദ്യമേ കാണുമ്പോൾ എനിക്ക് തോന്നിയത് നിറഞ്ഞ സദസ്സാണ്. ഈ ഓരോ പുസ്തകത്തിൻ്റെ പ്രകാശത്തിലൂടെ വരുമ്പോൾ കാണും സദസ്സിൻ്റെ വലിപ്പം കൊണ്ട് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, അന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന പ്രസക്തിയോ അല്ലെങ്കിൽ അതിനു വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുടെ താല്പര്യമാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇത് വളരെ നിറഞ്ഞ സദസ്സാണ്. പിന്നെ ഞാൻ 1-2 പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അപ്പോൾ അതായത് ഇത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ പലരും ആകാംക്ഷപൂർവ്വം ഉറ്റുനോക്കുന്ന ഒരു ചരിത്ര ഗ്രന്ഥമാണ് ഇതിലൂടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. ഈ ആകാംക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള ആകാംക്ഷയുണ്ട്. ഞാൻ ശ്രീ വിശുദ്ധ ഗീവർഗീസ് സാദയുടെ ഒരു ആരാധകനാണ്, വിശ്വാസിയാണ്, പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഥയെ അറിയാതെ ആരാധിക്കുകയായിരുന്നു. എന്താണ് അതിൻ്റെ പിന്നിൽ? അദ്ദേഹത്തിൻ്റെ ചരിത്ര വഴികളെക്കുറിച്ച് വളരെ ചെറിയ അറിവുകളേ ഉള്ളൂ. ഈവൻ ഞങ്ങളുടെയൊക്കെ, ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണെങ്കിലും പിന്നെ ഞങ്ങളുടെ ഈ പഠന ഗ്രന്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അടയാളപ്പെടുത്തലൊന്നുമില്ലായിരുന്നു. ഇന്ന് ഇദ്ദേഹം ജൂലിയസ് തന്നെ വന്ന് കണ്ടു. ഈ പുസ്തകം തന്നപ്പോഴാണ് എനിക്ക് അതിലേക്ക്, അതായത് 3-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ജനിക്കുന്നത് 2069 ജനിക്കുന്നത്. 34 വയസ്സുള്ളപ്പം മാർട്ടിടം രക്തസാക്ഷിത്വം വഹിച്ചു. അത് മാത്രമല്ല, എവിടെ ചെന്ന് കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ രൂപം, വ്യക്തികളുടെ ആ ഒരു ഫോട്ടോയായിട്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ അതിനൊരു പ്രത്യേക പ്രൗഢിയും ഗാംഭീര്യവും സൗന്ദര്യവും ഉണ്ട്. പ്രത്യേകിച്ച് അതിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ രൂപത്തിനും
അതേപോലെ തന്നെ അദ്ദേഹം അത് മൂലമാണ് അത് പ്രതീകമാത്രത്തിൽ നിൽക്കുന്ന എന്താണ്, അവശരായി അപകടത്തിൽപ്പെട്ട ഒരു സമൂഹം, ഒരു സന്യാസിനിയെ രക്ഷപ്പെടുത്താനായിട്ട് ഇതിനപ്പുറത്ത് നിൽക്കുന്ന ആ രൂപമാണ്. അതെപ്പോഴും എൻ്റെ മനസ്സിലും അതേപോലെ തെളിഞ്ഞിട്ടുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കളും പറയാറുണ്ട് അതിനൊരു പ്രത്യേക ഗാംഭീര്യ സൗന്ദര്യമുണ്ട്. അപ്പൊ അങ്ങനെ ഗാംഭീര്യ സൗന്ദര്യമുള്ള വിശുദ്ധനായ അദ്ദേഹത്തിന്റെ മാറ്റണത്തിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ ആൾക്കാർ അംഗീകരിക്കപ്പെടാതെ പോകുമ്പോഴൊക്കെ മാറ്റണം, ഇതല്ല. ചക്രവർത്തിയായിരുന്ന ഡയോക്ലഷ്യസിന്റെ വിശ്വസ്തനായ ഒരു ട്രിബ്യൂണായിരുന്നു, അല്ലെങ്കിൽ കേണലായിരുന്നു അദ്ദേഹം. ആ രീതിയിൽ 30 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ ജീവിതം ഏതറ്റം വരെ വേണമെങ്കിലും അദ്ദേഹത്തിന് പോകാമായിരുന്നു. ജൂലിയസ് സീസറിനെ പോലെയൊക്കെയുള്ള മഹാന്മാരായ ആൾക്കാരെല്ലാം ഈ പദവിയിൽ കൂടി വന്നതാണ്. ഏത് ട്രിബ്യൂണായിട്ട് വന്നിട്ടാണ് അവസാന ചക്രവർത്തിയിലേക്ക് എത്തിയത്. അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ചക്രവർത്തിയുടെ വിശ്വാസത്തിലെ പേഗനിസമാണ്, ഗ്രീക്ക് ആരാധന ക്രമമുള്ള അപ്പോളോന്റെ ദേവനെയും ഹെർക്കുലീസിനെയും ഒക്കെ ആരാധിക്കുന്നതാണ്. അപ്പൊ അത് മാറി യേശുക്രിസ്തുവിനെ തന്റെ സൃഷ്ടാവ് തന്റെ രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കം കണ്ടപ്പോൾ ചക്രവർത്തി പല രീതിയിൽ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തെ മാറ്റാൻ, ആ വിശ്വാസത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചിട്ടും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട്, അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം നേടിയെടുക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഒരു വാക്ക് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചു നാൾ കൂടി ജീവിക്കുമായിരുന്നു. പക്ഷെ 34-ാമത്തെ വയസ്സിൽ സ്വയം യാഗമായി ഒരു വിശ്വാസത്തിന് വേണ്ടി അദ്ദേഹം മാറി. അതുകൊണ്ടാണ് ആ കഥകള് കുറച്ചൊക്കെ നേരിയ തോതിൽ എനിക്കറിയാമെങ്കിലും വളരെ ജൂലിയസ് കാണിച്ചത് വളരെ ഗഹനമായിട്ടുള്ള പഠനം. അത് അനുവാചകന്റെ മനസ്സിൽ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ മനസ്സിൽ അവർ അറിയപ്പെടാതെ ഇത്രയും നാളും എനിക്ക് തോന്നിയതാണ്, ഇത്രയും നാളും ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു പോകുന്നത് കഥ അറിയാതെയായിരുന്നു. അപ്പൊ ഇപ്പൊ കഥ അറിഞ്ഞ മട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ജൂലിയസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. ഒരു അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. പക്ഷേ കലാ സാംസ്കാരിക രംഗത്ത്, സാമൂഹ്യ രംഗത്ത് ഒരു നിറഞ്ഞ സാന്നിധ്യമാണ്. പല രംഗങ്ങളിലും അദ്ദേഹം മലയാള മിഷനുമായിട്ട് ബന്ധപ്പെട്ടു പല കാര്യങ്ങളിലും, ഈവൻ കലാപരിപാടികളിലൊക്കെ ഒരു സാന്നിധ്യമാണ്. എൻ്റെ സുഹൃത്തായ ഇഗ്നേഷ്യസ് മോഹനാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. അദ്ദേഹത്തെ പരിചയപ്പെടാൻ സാധിച്ചതിലും ഞാൻ അത് വളരെ സന്തോഷം എനിക്ക് തോന്നുന്നു, അഭിമാനം തോന്നുന്നു. ഈ മുഹൂർത്തത്തിലെ അദ്ദേഹത്തിന് ഈ ഒരു പുസ്തകത്തിൽ കൂടി ഇതൊരു തുടക്കം മാത്രമാകട്ടെ, ഇനി അനേകം പുസ്തകങ്ങൾ, ഇതേപോലുള്ള ചരിത്ര ഗവേഷണ പുസ്തകങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇതിൻ്റെ വിജയം അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള വഴിത്താരയിൽ ഇതേപോലെയുള്ള പല മൈൽ സ്റ്റോണുകളും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. യാത്രക്കിടയിലാണെങ്കിൽ പോലും ചരിത്രം മനോഹരമായത് വായിച്ചതിന് ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ച സമയം കുറവായതുകൊണ്ട് മാത്രമാണ് എന്നാലും ഞങ്ങൾ അടുത്തതിലേക്ക് കിടക്കുകയാണ്. പിന്നെ ഓക്കെ, മാനേജിംഗ് ഡയറക്ടറാണ്, പ്രത്യേകിച്ച് എടുത്തു പറയണം. അദ്ദേഹത്തിന്റെ ബോസ് കൂടിയാണ്. ഒത്തിരി തിരക്കിനിടയിലും ഈ പുസ്തകം എഴുതാനുള്ള എല്ലാ സപ്പോർട്ടും നൽകിയിട്ടുള്ളത് കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു കൈയ്യടി തന്നെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പവർ ട്രെയിനിങ്ങിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ശ്രീ രാജേഷ് ചിയമ്പാൽ. I'm sorry I'm unable to communicate with you guys in Malayalam. Yeah. So it's such a joy and honor to be here today to celebrate the launch of Peter's beautiful book on St. George. And we've been talking about it, during the course of our interaction. And I see him coming out with his deep thoughts on spiritual stuff and how it relates to humanity and stuff. And all of a sudden he told me that he's going to launch a book, and that was really exciting. And then I did a little bit of research on what he was doing and did read his book. And what I understood of it was, he's always believed that the faith in any form is about courage, compassion, triumph of good over evil. And that's exactly what I felt when I read your book. It's about Peter's retelling of the legend of St. George. St. George, the brave knight who stood for truth, who faced the dragon not just with a sword, but a spirit transcended humanity. It speaks of something universal in all of us, the power of faith, integrity, light over darkness. That's what was very, very interesting and catchy about the book. Peter, your words remind us of the stories of courage belonging to
all of humanity, not just one faith or culture. You've taken an ancient legend and given a voice that feels timeless and deeply relevant today. I want to congratulate you on this incredible achievement for your research, the creativity and the heart you have poured into this book. I know it will inspire readers across the world. Face their own dragons with courage, grace, and come out victorious. Thanks for inviting me to be a part of this special evening. May this book reach many hearts and continue to spread message of hope and bravery that St. George stood for. Congratulations to you. Thank you so much. Such a wonderful, very novel boss. Thank you so much for your support, sir. Thank you so much. നേരത്തെ നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഞങ്ങളുടെ ശ്രീപ്രകാശ്. സമയമെടുക്കുന്നില്ല പ്രിയമുള്ളവരെ. ജൂലിയസ് പീറ്ററിന് നിറഞ്ഞ സ്നേഹം. എനിക്ക് പറയാനുള്ളത്, ഇന്ത്യൻ അസോസിയേഷൻ്റെ പരിസര പ്രദേശങ്ങളിൽ എഴുത്തിൻ്റെയും വായനയുടെയും സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും വഴികളിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വന്ന, അല്ലെങ്കിൽ നിരന്തരം കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ തലമുറയിലെ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളാണ് ജൂലിയസ് പീറ്റർ. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പുസ്തകപ്രകാശനത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഷാബു പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ ഞങ്ങൾ അതിനെക്കുറിച്ചായിരുന്നു ഇപ്പോൾ പറഞ്ഞത്. ബിംബങ്ങൾ അല്ലെങ്കിൽ മിത്തുകൾ, ഇതൊക്കെ തന്നെ പുതിയ കാലത്ത് ഏത് തരത്തിലാണ് വായിക്കപ്പെടേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു ചോദ്യമുണ്ട്. അത് ചരിത്രത്തിന്റെ ഭാഗമായി, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരാധനയുടെയോ മറ്റെന്തിൻ്റെയോ ഒക്കെ ഭാഗമാക്കി മാറ്റുന്നതിന് പകരം പുതിയ കാലത്ത് ഏത് തരത്തിലാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നത്, അറിവുകളെ തിരിച്ചറിവുകളാക്കി മാറ്റിക്കൊണ്ട് പുതിയ കാലത്ത് ആവശ്യമായ രൂപത്തിൽ ഇതിനെ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നതിനെ കുറിച്ച് എൻ്റെ മതവും എൻ്റെ ജാതിയും എൻ്റെ ആളുകളും എന്ന് മാത്രം പറയുന്ന ഒരു കാലത്ത് അതല്ല, എല്ലാവരെയും ചേർത്ത് പിടിച്ച് നടക്കേണ്ടതാണെന്നും ധൈര്യവും അല്ലെങ്കിൽ ആർജവുമാണ് പുതിയ കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകങ്ങളായി തീരേണ്ടതെന്നും ഒക്കെ പറയുന്ന വളരെ കൃത്യമായ സന്ദേശം നൽകുന്ന ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരു രേഖയാണ് അദ്ദേഹം ഉണ്ടാക്കിയത് എന്നതാണ്. ഞങ്ങൾ നേരത്തെ അതാണ് സൂചിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ആശംസകളും അർപ്പിക്കുന്നു. ഇനിയും വരാനിരിക്കുന്ന കാലത്ത് ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാപ്സൂളായിട്ട് വാക്കുകളെ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. ഇനി നമ്മുടെ മലയാള മിഷന്റെ ഷാർജ ചാപ്റ്റർ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നിങ്ങളുടെ ശ്രീകുമാരി ടീച്ചർ. വേദിയിലും സംസ്കൃതിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് മലയാള മിഷന്റെ ആശംസകൾ അറിയിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ജൂലിയസ് സാറിനെ കഴിഞ്ഞ 5 വർഷമായിട്ടാണ് എനിക്ക് പരിചയം. മലയാള മിഷനിലൂടെയാണ് പരിചയം. മലയാള മിഷൻ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്ന വാക്യത്തോടുകൂടി കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമുള്ള എല്ലാ മലയാളി കുട്ടികളെയും മലയാളം എഴുതാനും വായിക്കാനും, ഒപ്പം നമ്മളെ കേരളത്തെ മനസ്സിലാക്കിക്കാനും നമ്മുടെ കേരളത്തിന്റെ ചരിത്രവും നമ്മുടെ സംസ്കാരവും എല്ലാ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി കേരള സർക്കാരിന്റെ ഒരു ഉദ്യമമാണ് മലയാള മിഷൻ. ആ മലയാള മിഷന്റെ ഭാഗമായിട്ട് ജൂലിയസ് സാറ് 5 വർഷമായിട്ട് ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. അദ്ദേഹം വളരെ നന്നായിട്ട് ക്ലാസ് എടുക്കാറുണ്ട്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമുള്ള സാറാണ്. അതുപോലെ തന്നെ സാർ പലപ്പോഴും പറയാറുള്ളത്, സാറിന് മലയാള മിഷനിൽ എത്തിയതിനു ശേഷമാണ് മലയാള ഭാഷയോട് വളരെയധികം ഒരു ആഭിമുഖ്യം ഉണ്ടാവുകയും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനും അതുപോലെ തന്നെ മലയാളത്തിൽ തന്നെ ഉയർന്ന ഡിഗ്രികൾ എടുക്കുന്നതിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം ഇങ്ങനെ ആരാഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് സാറിന് ഇത്രയും വലിയ ഒരു ഗ്രന്ഥം, ഒരു പുസ്തകം, അതായത് വിശുദ്ധ ഗീവർഗീസ് എന്ന പുസ്തകം എഴുതാനുള്ള ഒരു ഭാഷ, ഒരു സംസ്കാരം, അതെല്ലാം അദ്ദേഹത്തിന് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞത് മലയാള മിഷനിൽ എത്തുകയും അതുവഴി അദ്ദേഹം ഒട്ടനവധി പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഈ ഗ്രന്ഥം ഇവിടെ, ഈ പുസ്തകം ഇവിടെ പ്രകാശിക്കപ്പെടാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് മലയാള മിഷന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. ജിതേഷ് സാറിന്റെ 2 വാക്ക്, സമയം വളരെ കുറവാണ്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 1.5 വർഷമായിട്ട് മാസിന്റെ സാഹിത്യ വിഭാഗം കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുമ്പോൾ മാസിന്റെ സാഹിത്യ വിഭാഗത്തിന് വളരെ സർഗാത്മകമായ നിർദ്ദേശങ്ങളുമായിട്ട് വരുന്ന ഒരാളായിട്ടാണ് ജൂലിയസ് പീറ്ററിനെ പരിചയം. അപ്പോൾ ഇതിനിടയിൽ ഇത്രയും പ്രത്യേകതയുള്ള, ഇത്രയും സവിശേഷമായ ഒരു പുസ്തകത്തിന്റെ പണിപ്പുരയിലായിരുന്നു ജൂലിയസ് എന്ന് ഈ പുസ്തകം ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത്. ചരിത്രവും മിത്തും ഭാവനയും കോർത്തിണക്കിയ ടി.ഡി. രാമകൃഷ്ണനെ പോലെ മലയാളത്തിലെ ഏറ്റവും ഗൃഹസ്ഥനായ എഴുത്തുകാർ കൈവച്ച ഒരു ജോണറിലാണ് ജൂലിയസ്
തൻ്റെ ആദ്യ പുസ്തകവുമായിട്ട് വന്നിരിക്കുന്നത്. ഈ പുസ്തകം കൂടുതൽ വായനക്കാരിലേക്ക് വളരട്ടെ, എഴുത്തുകാരൻ കൂടുതൽ പുസ്തകങ്ങളുമായിട്ട് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു. രണ്ട് വാക്ക് നമ്മുടെ എഴുത്തുകാരിലേക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മനസ്സ് നിറഞ്ഞ സന്തോഷമാണ് സത്യത്തില്. ഈ ഒരു വളരെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഈ കസേരയിൽ ഇരുന്ന എത്രയോ മഹാരഥന്മാരുടെ ഇടത്താണ് എനിക്കും ഒരിടം കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പങ്കെടുത്തതാകട്ടെ ഈ മലയാളത്തിലെ ഇതിഹാസ തുല്യമായി ഇനി ചരിത്രത്തിലേക്ക് സാഹിത്യത്തെ ഇനിയും കൊണ്ടുപോകുന്ന പ്രതിഭാതരായ വ്യക്തികളാണുള്ളത്. ഗൾഫ് ന്യൂസിലും ഖലി ടൈംസിലെയൊക്കെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ഐസക് ജോർപ്പടാണ് സർ, ഷാബു നിലാച്ചോറിന്റെയും 2 മത്സ്യങ്ങളുടെയും കർത്താവ് ഷാബു, അല്ലെങ്കിൽ തന്നെ മാസ് എന്ന് പറയുന്ന വലിയൊരു പ്രൗഢമായ സംഘടന പ്രവൃത്തി, മലയാളം മിഷന്റെ ആൾക്കാർ, ഷാർജയിലെ ഷാർജ ചർച്ചിന്റെ മലയാളം പ്രീസ്റ്റ്, ഏറ്റവും ഇഷ്ടത്തോടുകൂടി എൻ്റെ തന്നെ ബോസായ രാജി സാർ. സത്യത്തിൽ നിങ്ങളൊരു അധ്യാപന തൊഴിലാളി മുതലാളി തമ്മിലുള്ള ഒരു ഇത് സാധാരണ അങ്ങനെയല്ല, വളരെ സൗഹൃദത്തിലും സ്നേഹത്തിലുമാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായത്. പിന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ ഹൃദയത്തോട് ചേർന്ന് വെച്ചിരിക്കുന്ന പല സുഹൃത്തുക്കൾ, ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ, മലയാള മിഷന്റെ അധ്യാപകർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സമയം തീരെയല്ല എല്ലാവർക്കും എൻ്റെ സ്നേഹം പറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ഈ പുസ്തകം സൈഗതം സ്റ്റോറിലെ അവിടെ ഉണ്ട്, അവിടെ നിന്ന് വാങ്ങുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 6:30 ലിമോരുഹൃതമായിട്ട് മീറ്റ് ദ ഓതർ എന്നൊരു പ്രോഗ്രാം ഇന്ത്യൻ അസോസിയേഷൻ്റെ അവിടെയുണ്ട്, അവിടെ കൂടെ വരിക. എനിക്ക് ഈ സത്യത്തിൽ ഹൃദയം പറഞ്ഞ ഒന്നേണ് സാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവും നന്ദി സ്നേഹം. തീർച്ചയായിട്ടും.